ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇതിൻ്റെ മണ്ണിനടിയിൽ ചെറിയ വിത്തുകളുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തണ്ടുകൾ വെച്ചിട്ട് എങ്ങനെയാണ് പ്ലാന്റ് ആക്കി എടുക്കുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ തണ്ടുകളിൽ നിന്ന് പുതിയ തൈകളാക്കി എടുക്കുന്നതിന് ഞാനൊരു ഷോർട്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചാനലിലുണ്ട്. അപ്പോൾ അതിൽ 2 ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് വന്നതാണ്. പക്ഷേ അതിൽ വേര് വരുന്നതായിട്ട് ക്ലിയറായിട്ട് കിട്ടുന്നില്ല, നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി കമൻറ്റ്സ് എനിക്ക് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഈ പ്ലാന്റിൻ്റെ മറ്റൊരു പേരാണ് ഓക്സാലിസ്. ഇതിൻ്റെ ഒരു തൈയാണ് കേട്ടോ ഞാൻ ഈ ഒരു ചട്ടിയിൽ വെച്ച് കൊടുത്തത്. പക്ഷേ അത് പതുക്കെ തന്നെ അതിന് ചുറ്റും വിത്തുകളായിട്ട് നിറയെ കിഴങ്ങുകളായിട്ട് അതിൽ ഒരുപാട് തൈകളായിട്ട് ഇതുപോലെ ഇങ്ങനെ ബുഷിയായിട്ട് വളരും. പക്ഷേ നമുക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഈ തണ്ടുകൾ വെച്ചിട്ട് നമുക്ക് പുതിയ പ്ലാന്റാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫുകളുടെ കളറ് നന്നായിട്ട് കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം സൺലൈറ്റിൽ മാത്രമേ ഇത് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ലീഫുകൾക്ക് നല്ല ഡാർക്ക് മെറൂൺ കളർ കിട്ടും. പിന്നെ അത് മാത്രമല്ല, അതിൽ ചെറിയൊരു പൂക്കളുണ്ടാവും. ആ പൂക്കളുടെ കളറ് പിങ്ക് കളറാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിൻ്റെ ലീഫുകളും അതുപോലെ അതിൻ്റെ പൂക്കളും കാണാനായിട്ട് ഒരുപോലെ ഭംഗി തരുന്ന ഒരു പ്ലാന്റാണ്. എൻ്റെ ഗാർഡനിങ് വീഡിയോസിൽ നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. ഇതുപോലൊരു പഴയ സൈക്കിളിലാണ് ഞാൻ പെയിൻ്റൊക്കെ ചെയ്ത് നമ്മുടെ ഗാർഡനിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ അതിൻ്റെ തണ്ടുകൾ എടുത്തിട്ട് എങ്ങനെയാണ് പുതിയ തൈകളാക്കി എടുക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് നമ്മളിതിൻ്റെ കുറച്ച് നീളമുള്ള തണ്ടുകൾ തന്നെ കട്ട് ചെയ്തെടുക്കണം. പ്ലാന്റിൻ്റെ തണ്ടുകൾ നല്ല നീളത്തിന് തന്നെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുക്കണം. അതിനുശേഷം ഇത് അതിലിട്ട് കൊടുത്താൽ മതി. നമ്മൾ 1 മാസത്തിന് ശേഷമാണ് വേര് വന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 1 മാസം കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് നോക്കാം. അപ്പോൾ 1 മാസത്തിന് ശേഷം ഞാനത് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ചെറിയ രീതിയിൽ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൽ വേരുകൾ വന്നത്. ഇപ്പോൾ ചെറിയ രീതിയിലാണ് വേരുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് മാറ്റി നടാറായിട്ടില്ല. കണ്ടില്ലേ, നല്ല ക്ലിയറായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നന്നായിട്ട് വേരുകൾ വന്നിട്ടില്ല, ചെറിയ രീതിയിലാണ് കേട്ടോ വേരുകൾ വന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മാറ്റി നട്ടാൽ ഇത് ചിലപ്പോൾ പിടിച്ച് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം കൂടി ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കണം. അപ്പോൾ നന്നായിട്ട് വേരുകൾ വരും. ആ സമയത്ത് നമുക്കതെടുത്ത് മാറ്റി നട്ടു കൊടുക്കാം. പിന്നെ പറയാനുള്ളത്, ഇത് മഴക്കാലത്ത് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചെടി പെട്ടെന്ന് വാടിപ്പോവാതെ തന്നെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മഴക്കാലത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഇതുപോലെ നല്ല ബുഷിയായിട്ടുള്ള ഒത്തിരി തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിന് ഒത്തിരി കെയർ കൊടുത്ത് വേണം നോക്കാനായിട്ട്. കാരണം ഇതിലിങ്ങനെ ഇടയ്ക്ക് ഫംഗസ് ബാധയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.